ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ കാഞ്ചനയാകട്ടോ ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത്. കാഞ്ചന ഇങ്ങനെ ദേ സ്റ്റെയർ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നപ്പോൾ ആരെയും കാണുന്നില്ല. ഓരോരുത്തരെ മാറി മാറി വിളിക്കുന്നുണ്ട്. പക്ഷേ ആരും വിളി കേൾക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് വന്നു. രേഖ വന്നപ്പോൾ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് അക്കാന്ന് ചോദിച്ചു. അതേ, രാധിക മാമിയൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. കാണുന്നില്ലെന്നോ? അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, രാവിലെ തൊട്ട് ഞാൻ അന്വേഷിക്കുക, ഇവിടെ ഒന്നും ഇല്ല, ദേ ഇവിടെ എങ്ങും ഇല്ല എന്ന് പറഞ്ഞു. അയ്യപ്പണ്ണ എന്ന് പറഞ്ഞു വന്നിട്ട് കിടന്ന് വിളിക്കുക. അപ്പോഴേക്കും അയ്യപ്പേട്ടൻ ഓടി വന്നു. എന്താ കാഞ്ചന, നീ എന്തിനാ ഇവിടെ കിടന്ന് വിളിക്കുന്നു ചോദിച്ചു. അത് പിന്നെ അയ്യപ്പണ്ണ, രാധികമാമ ഇവിടെയെങ്ങും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാധികമാമ എവിടെ പോവാനാ, ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു നമ്മുടെ അയ്യപ്പേട്ടൻ. ഇനി അമ്മ ക്ഷേത്രത്തിൽ പോയോ എന്നൊക്കെ രേഖ. എന്നിട്ട് അമ്മയെന്ന് വിളിച്ച് രേഖ മാമിയെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ചന, അതുപോലെ തന്നെ രാധികാമ്മയെന്ന് വിളിച്ചുകൊണ്ട് അയ്യപ്പേട്ടൻ. അതെ, അമ്പലത്തിലൊന്നും പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിലേ വണ്ടി ഇവിടെ കിടക്കുവോ? ദേ അപ്പം നീ എല്ലായിടത്തും നോക്കാൻ പറഞ്ഞു അയ്യപ്പേട്ടൻ. ഞാൻ എല്ലായിടത്തും നോക്കി, എങ്ങും ഇല്ല. ഇനിയിപ്പോൾ ആകെ നോക്കാനുള്ളതേ നമ്മുടെ ഗോവിന്ദേട്ടൻ്റെ മുറിയിലാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകണ്ട, അവിടെ ചിലപ്പോൾ അവർ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ശരിയാകാഴികയൊന്നുമില്ല, അവർ രണ്ടുപേരും ഒരു മുറിയിൽ കിടക്കത്തില്ലോ എന്ന് കാഞ്ചന. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാം. അപ്പോൾ കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു ബെഡ്റൂമിൻ്റെ മുന്നിലേക്ക് അങ്ങ് പോകണം. എന്നിട്ട് അവിടെ ചെന്ന് വാതിൽ ഇങ്ങനെ കൊട്ടുക. അപ്പോൾ വാതിലിൽ കൊട്ടിയപ്പോഴേക്കും എന്തേ നമ്മുടെ ഗീതു വാതിൽ തുറന്നിങ്ങനെ ഇറങ്ങി വന്നു. പിന്നാലെ രാധിക ഇറങ്ങി വന്നു. അപ്പോൾ ഇവർ മൂന്ന് പേര് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നേ. ഗീതുവാണ് ഭയങ്കര സ്റ്റൈലായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും അമ്മ ഇത് ഇവിടെ എന്നും പറഞ്ഞ് ഇങ്ങനെ രേഖ ഇങ്ങനെ നിൽക്കുക. ദേ രണ്ടുപേരും ഒരു മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ രാധികാമ്മയും ഗീതു ഒന്നിച്ചോ? ഇവരെന്നെ ഒന്നിച്ച് താമസിച്ചോ? അങ്ങനെ ഇവർ തമ്മിൽ ഒന്നിച്ച് താമസിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നല്ലേ അക്ക അതിൻ്റെ ആ ഒരിത് എന്ന് ചോദിച്ച് രേഖ ഇങ്ങനെ നേരം പറഞ്ഞു. അതേ, പിന്നെ ഇത് രാധികാമാമി അല്ല, പിന്നെ ആരാ? അത് പിന്നെ രാധികാമ്മി ഇവിടെ ഇല്ല, ഇതെന്തോ പ്രേതവാ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അവിടെ നിന്ന് പറഞ്ഞു. അപ്പം എത്ര നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നെന്ന് അറിയാവോ അമ്മയുടെ കൂടെ ഒന്ന് കിടക്കണമെന്ന്. അപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്നും ചോദിച്ച് രേഖ അങ്ങോട്ടേക്ക് വന്നപ്പം അതിന് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ അല്ലേ രാധികാമ്മേ എന്ന് ഗീതു. രാധിക പല്ലും കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയല്ലേ. രാധികയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. രാധികാമ്മയുടെ മടിയിൽ തല വെച്ചാ ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് എന്നൊക്കെ ഗീതു പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന നിൽക്കുക കേട്ടോ. അപ്പം നീ എന്നെ കുടിക്കിയതല്ലേ, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിന് നീ അനുഭവിക്കുമെന്ന് പറയുവാണ് നമ്മുടെ രാധിക. അപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ എന്ന് ചോദിച്ചു അയ്യപ്പേട്ടൻ. വഴക്കോ? ഞങ്ങൾ സംസാരിച്ചിരുന്ന് അമ്മയുടെ മടിയിൽ വീണ് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു ഗീതു. അപ്പോൾ എന്താ എല്ലാവരും ഇവിടെ കൂട്ടം കൂട്ടി നിൽക്കുന്നതെന്ന് ചോദിച്ചു പ്രിയ അങ്ങോട്ടേക്ക് വന്നു. മോളെ, ദേ ഇവിടെ ഒരു അത്ഭുതം നടന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരു മുറിയിലാണ് കഴിഞ്ഞത്. ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവസാനിച്ചെന്ന് പറഞ്ഞപ്പോൾ സത്യമാണോ അമ്മയെ കേൾക്കുന്നതെന്ന് മകൾ അമ്മയോട് ചോദിക്കുക. മാറി നിൽക്കുക അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് രാധിക അന്നേരത്തേക്കും ദേഷ്യപ്പെട്ടു. എന്നിട്ട് എന്നെ ഒരു രാത്രി മുഴുവൻ ഈ മുറിയിലാക്കിയതിന് നീ ഒരുപാട് രാത്രിയിൽ ഉറക്കം ഉളയ്ക്കും എന്നും പറഞ്ഞ് രാധിക ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗീതുവിനെ വെല്ലുവിളിക്കുന്നു. അതും പറഞ്ഞ് രാധിക അങ്ങ് പോയപ്പം അമ്മ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെയൊക്കെ കേൾപ്പിക്കാനാണെന്നും രാധികാമ്മ ഞാൻ വിചാരിച്ചതുപോലെയേ അല്ല, ഭയങ്കര ഒരു കോമഡിയാണെന്നൊക്കെ പറയാ ഗീതു. പുറമേ കാണുന്ന ഈ ഗൗരവം മാത്രമേ ഉള്ളൂ, ആള് പാവാ. എന്തൊക്കെ തമാശകളാ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്നൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിച്ചാൽ ഗീതു ഇങ്ങനെ തട്ടി വിടുക കേട്ടോ. അത്രയ്ക്ക് തമാശയൊക്കെ പറഞ്ഞോ എന്ന് അയ്യപ്പേട്ടൻ ചോദിച്ചപ്പം അന്ന് ഗീതു എന്നാലും എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് കാഞ്ചന. അപ്പോൾ വിശ്വസിക്കരുത്, ഇതുണ്ടല്ലോ ഇതൊന്നും നിജമല്ല, രാധിക മാമി ഇവിടെ താമസിച്ചിട്ടുമില്ല വന്നിട്ടുമില്ല. അപ്പം ഇതെന്തേ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നമ്മുടെ പ്രിയ. അപ്പോൾ കാഞ്ചനാരിയുടെ എന്തോ കിറിലേ പോയല്ലോ എന്ന് നമ്മൾ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് എന്തോ സമനില തെറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ കൂട്ടുകൂടിയെന്ന് ഇവിടെ ആരെ അറിയിക്കേണ്ടെന്നും പുറമെ ശത്രുക്കളെ പോലെ പെരുമാറിയാൽ മതിയെന്നും രാധികാമ്മയാ പറഞ്ഞതെന്ന് ഗീതു. കണ്ണേട്ടനെ കൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. ഇതൊന്നും ഇവർക്കാർക്കൊന്നും വിശ്വാസമാവുന്നില്ലേ? രാധികാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അയ്യപ്പേട്ടൻ അന്നേരം ചോദിച്ചു. എല്ലാം കോംപ്രമൈസ് ആയി എൻ്റെ അയ്യപ്പേട്ട, സത്യമായിട്ടായി. പിന്നെ പ്രിയേ, ഇനി ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ, നീയെ അച്ഛനെയും അമ്മയെയും വിനോദിനെയും കൂട്ടി വീട്ടിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഭദ്രനും വിലാസിനെയും വെളുപ്പിനെ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞപ്പോൾ അതെന്താ പറയാതെ പോയതെന്ന് ചോദിച്ചു. അവർക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു നേരം കാഞ്ചന. സത്യം, ഭദ്രമാമൻ എന്നോട് പറയാ എന്നെ അവിടെ ജോലിക്കാരിയായിട്ട് ചെല്ലാൻ നല്ല ശമ്പളമൊക്കെ തരാമെന്ന് ഞാനേ ആട്ടി വിട്ടു എന്ന് കാഞ്ചന. അപ്പോഴേക്കും നമ്മുടെ ഗീതു എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞോ? അങ്ങനെയൊക്കെ പറയാൻ
ആ ശരിയാ, എന്നോടും പറഞ്ഞു വീട്ടുമുറ്റത്തൊരു ആന വേണമെന്നൊക്കെ പറഞ്ഞു, എന്നോട് ആനയുടെ പാപ്പാനായിട്ട് ചെല്ലാനൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഗീതുവിന് മനസ്സിലായി എന്തോ ഒരു ഉടായ്പുണ്ടെന്ന്. അതിന് മാത്രം പണം അവർക്കിപ്പോൾ എവിടെ നിന്നായിരിക്കും എന്നൊക്കെ രേഖയും അവിടെ നിന്ന് ചിന്തിക്കുക. അപ്പോൾ അത് ശരിയാണെന്ന് ഗീതു. അങ്ങനെ അവർ ആ രീതിയിൽ അവിടെ ചിന്തിക്കുന്നത് എന്തോ ചതി അവർ ഒപ്പിച്ചിട്ടുണ്ടെന്നും. ആ സമയത്താണ് ഇന്നലെ മെമ്മറി പോയ സമയത്ത് എന്തോ പേപ്പറിൽ ഗീതുവിനെ കൊണ്ട് അവർ ഒപ്പിടിപ്പിക്കാൻ ശ്രമിച്ചതിനെ പറ്റി ഗീതു മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗീതുവിന് മനസ്സിലായി അച്ഛനും അമ്മയും കൂടി എന്തോ തരികടി ഒപ്പിച്ചിട്ടുണ്ട്, അത് എനിക്കിട്ടുള്ള പണി തന്നെയാണെന്നുള്ളത്. അങ്ങനെ ഗീതു ആ ഒരു ചിന്തയുമായിട്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ഛനും അമ്മയും എന്തോ ഒപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയെന്നുള്ള കാര്യം പറയുകയാണ് പ്രിയ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോവുകയാണെന്നും അവരൊപ്പിച്ചത് എന്താണെന്ന് അറിയണമെന്നും പറഞ്ഞു. ഞാനും വരുന്നുണ്ട്, അവരെന്താ മറയ്ക്കുന്നത് എന്നുള്ളത് എനിക്കും അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പറഞ്ഞപ്പോൾ നമുക്ക് വിനോദിനൊപ്പം പോകാൻ ചേച്ചിയെന്ന് പറഞ്ഞു. അതെ, എനിക്ക് മറ്റൊരിടത്തും കൂടെ പോകാനുണ്ട്, നിങ്ങൾ പോയിക്കോ, ഞാൻ സ്കൂട്ടർ കൊണ്ട് വന്നോളാമെന്നും പറഞ്ഞു ഗീതു പോകാൻ റെഡിയാകാനായിട്ടൊക്കെ പോയി. അപ്പോൾ അയ്യപ്പേട്ടൻ നിന്ന് ആലോചിക്കും എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഈ സമയത്ത് കാഞ്ചനയുടെ കിളി പോയതുപോലെ കാഞ്ചനയും അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കാം. അപ്പോഴാണ് നമ്മുടെ ഗീതു പോകാനായിട്ട് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നപ്പോൾ ഗോവിന്ദ് അവിടെ ഇങ്ങനെ ഇരുന്നതൊക്കെയോ ഇങ്ങനെ ആലോചിക്കുക. എല്ലാവർക്കും ആലോചനയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു ഇറങ്ങി വന്ന് ഗോവിന്ദിനെ ആലോചിക്കുന്നത് കണ്ടു. പിന്നെ ഗീതു അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇന്നലെ നടന്ന കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓരോന്നും ഗീതുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്തു വരുന്നു. അവർ ചിരിച്ചത്, കളിച്ചത്, പറഞ്ഞത് ഒക്കെ. അപ്പോൾ ഇന്നലെ എന്താ നടന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഗോവിന്ദ് സാർ അതിനെപ്പറ്റിയൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി അതിനു വേണ്ടി പറയും? ഈശ്വര, കാണാതെ മുങ്ങുന്നതാ നല്ലത് എന്നൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഗോവിന്ദ് കാണാതെ മുങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും ഗീതു എന്നും പറഞ്ഞ ഒരു ഒറ്റ വിളി എന്നും പറഞ്ഞ് ഗീതു ഒരു നിൽപ്പ്. അപ്പോഴേക്കും ഗോവിന്ദൻ എഴുന്നേറ്റ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ഗീതുവിനെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അവർണികയും കിഷോറും ജോയിൻ ചെയ്യും, അവർ രണ്ടുപേരും AGMൻ്റെ കോർപ്പറേറ്റ് യൂണിറ്റിലാണ് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. നമ്മളെടുത്ത് അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ സൈബർ പാർക്കിൻ ആ ഒരു ഇതൊക്കെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്ന് ചോദിച്ചു ഗീതു. പിന്നെ ആരോടാ പറയേണ്ടത്, നീ ഇപ്പോഴും AGMൻ്റെ വൈസ് ചെയർമാൻ തന്നെ അല്ലേന്നും, പോരാത്തതിന് നീ ഈ ഒരു ഇതിന് മുൻകൈ എടുത്തവളും നീ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, നീ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നീ ഓരോ കാര്യങ്ങൾ ചെയ്തല്ലോ എന്നാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നോക്കി. ആ വാക്കുകളിൽ എന്തോ ഒരു മുള്ളൊളിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. നിന്റെ പ്രവർത്തികളിൽ വേദനിപ്പിക്കുന്ന ഒരു മുള്ളുണ്ടെങ്കിൽ എൻ്റെ വാക്കുകളിലും അത് കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുള്ളും മുനിയും വെച്ച് ഒന്നും പ്രവർത്തിക്കാറില്ല. പക്ഷേ നമ്മുടെ രണ്ടാനമ്മ ഞാൻ എന്തൊക്കെയോ വഴിവിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലെ പല തരത്തിൽ ഗോവിന്ദേട്ടന് മുന്നിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗീതു പറഞ്ഞു. എന്നെയും കിഷോറിനെയും ചേർത്ത് വെച്ച് പറയുന്നത് എന്താണ് അവർക്ക് കിട്ടുന്ന സുഖം എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു. അമ്മയ്ക്ക് നിന്നോട് വിരോധമുണ്ടെങ്കിൽ അത് നിന്റെ പെരുമാറ്റം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ കിഷോറുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നും അവൻ്റെ പേര് ഉച്ചരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്നും ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സാർ. എന്നിട്ടും അതും പറഞ്ഞ് എൻ്റെ നേർക്ക് വന്നാൽ ഞാൻ ഇനി വളരെ മോശമായ രീതിയിൽ മറുപടി കൊടുത്തെന്നിരിക്കുമെന്ന് പറഞ്ഞു ഗീതു. അപ്പം നീ ഇതുവരെ അമ്മയോട് പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും മോശമല്ലെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രണ്ടാനമ്മ അർഹിക്കുന്ന സംസാരവും പ്രവൃത്തിയും മാത്രമേ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ. എന്നോട് കൂടുതൽ ചൊറിയാൻ വന്നാൽ ഞാനും അതിൻ്റെ അങ്ങേയറ്റം പോകുന്ന ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പം കാട്ടി കൂട്ടുന്നത് വെറും സാമ്പിള്, വലുത് വരാൻ കിടക്കണയുള്ളല്ലേ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം ഇവിടെ മറ്റാരോടും ഞാൻ അതുപോലെ ഒന്നും പെരുമാറുന്നില്ലല്ലോ. രേഖയിച്ച് അയ്യപ്പേട്ടനും ഞാൻ എൻ്റെ സ്വന്തം പോലെ തന്നെയല്ലേ കരുതുന്നത്. അതിൽ നിന്ന് തന്നെ രാധികാമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ണേട്ടം മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പം പലവട്ടം സംസാരിച്ച് കഴിഞ്ഞ ഒരു വിഷയമാണിത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മയെക്കുറിച്ചുള്ള എൻ്റെ ധാരണ മാറ്റാൻ നീ ശ്രമിക്കേണ്ട, അത് നടക്കില്ല എന്ന് തന്നെ ഗോവിന്ദൻ പറയാം വീണ്ടും. അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പെരുമാറുന്നതും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു ഭാര്യയുടെ കടമകൾ നിർവഹിച്ച ഉത്തമ കുടുംബിനിയായി അങ്ങ് ഒരു പ്രശ്നങ്ങളും കൂടാതെ ജീവിച്ചു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയല്ലേ ഞാൻ ജീവിക്കുന്നതും. അതിനിടയിൽ കിഷോറിൻ്റെ പേര് പറഞ്ഞ് കണ്ണേട്ടനോട് സംസാരിച്ചപ്പോൾ അതിൽ മുള്ളും മുനയും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് വേറൊന്നും കാണണ്ട എന്നും പറഞ്ഞ് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് ഇങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ സ്നേഹപ്രകടനങ്ങൾ നടത്തുക. അപ്പം ഗീതു ഇങ്ങനെ ഇതും പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് തന്നെ ഒരു വിലയില്ലാത്തൊരു രീതിയാണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ആ വില ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക. എന്തേലും ആട്ടെ എന്നും പറഞ്ഞു ഗോവിന്ദ് അവിടെ നിൽക്കുന്നേ. ഈ സമയം പിന്നെ കാണിക്കാൻ നമ്മുടെ ഗീതു റൂമിൽ പോയി നിന്ന് ആലോചിക്കും എന്ത് ചെയ്യണം. ഇന്ന് അവർ ജോയിൻ ചെയ്യാനെന്നുള്ള വിവരം അറിഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഗീതു അവിടെ ഉണ്ടാവണം. അതാണ് ഗീതു ചിന്തിക്കുന്നത്. ഈ സമയത്ത് അന്ന് ആ ഒരു ഫ്ലാറ്റിൽ വെച്ച് ഈ കിഷോർ എന്ന് പറയുന്ന നരാധമൻ കാണിച്ചു കൂട്ടിയ വിക്രിയകളെ പറ്റിയൊക്കെ നമ്മുടെ ഗീതു ആലോചിക്കാം. അവനെ കാൽച്ചുവട്ടിലിട്ട് അരയ്ക്കണം. അതിനുവേണ്ടി തന്നെ നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ചിങ്ങനെ നിൽക്കുന്നു. എൻ്റെ മനസ്സുടഞ്ഞതുപോലെ അവനോടുള്ള കണക്കുകൾ എനിക്ക് ഓരോന്ന് തീർക്കണം.
അപ്പോൾ ഗോവിന്ദ് സാർ വളരെ തന്ത്രപൂർവ്വം ദേ കിഷോറിനെ ആ ഒരു നിയന്ത്രിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ഗീതോടെ ചിന്തിക്കുന്നു. ഈ ഒരു അവസരം ഞാൻ വിനിയോഗിച്ചേ പറ്റൂ, അത് കൈവിട്ട് കളയരുത്. കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി അവൻ എൻ്റെ മുന്നിൽ നിൽക്കാൻ പാടുള്ളൂ, അല്ലാതെ അവനെ ആളാകാൻ വിടരുത് എന്നൊക്കെ ഗീതോടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക. കിഷോർ ആദ്യമായി ഓഫീസിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകണം, അവന് വേണ്ടുന്നതെല്ലാം കൊടുക്കണം. കിഷോർ, ഇനി മുതൽ നീ എൻ്റെ അടിമയാണടാ, എൻ്റെ വിരൽത്തുമ്പിൽ ഞാൻ നിന്നിട്ട് വട്ടം ചുറ്റിക്കും എന്നൊക്കെ ഗീതയോടെ നിന്ന് ഉപബോധ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അവനെ ഞാൻ ശരിയാക്കും. അവനെ നേരിട്ട് കാണുന്നതിന് മുൻപ് മറ്റ് ചില നീക്കങ്ങൾ നടത്താനുണ്ട് എന്ന് നമ്മുടെ ഗീതു മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നു. അങ്ങനെ ഗീതു ആ ഒരു തീരുമാനങ്ങളുമായിട്ട് പോകുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് ഈ 50 ലക്ഷം രൂപ കിട്ടിയതിൻ്റെ മാറ്റവും ആ ഒരു പ്രവർത്തികളുമായിട്ട് ഭദ്രനും അതുപോലെ തന്നെ ഭാര്യയും അവിടെ കിടന്ന് ഇങ്ങനെ സെക്യൂരിറ്റികളെയൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രണ്ടുപേരും കോടീശ്വരന്മാരെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ വന്ന് നിൽക്കുന്ന അവരോടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് ഈ സെക്യൂരിറ്റികളായിട്ട് വരുന്നവരോടും ഇങ്ങനെ വന്ന് നിൽക്കുന്നവരോടും ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടി കൂട്ടുവാട്ടോ അവർ. അപ്പോൾ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വന്ന് നിൽക്കുന്ന ഗുണ്ടകളും അതുപോലെ തന്നെ ഇവരും. പെട്ടെന്ന് ഈ വണ്ടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര രാധികാമ്മ വന്നോ എന്ന് പേടിച്ച് വിറച്ച് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ആരാ ഗീതുവും അതുപോലെ തന്നെ മക്കളും കൂടെ വരുന്നതാണ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മക്കൾ ഇങ്ങനെ അമ്പരപ്പോട് കൂടി ഇങ്ങനെ നോക്കുപോട്ട് ഇത് കോമാളി വേഷമാണെന്ന് ഓർത്തിട്ട് അവരിങ്ങനെ അമ്പരപ്പോട് കൂടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇനി വീട് മാറിപ്പോയതും വല്ലതും ആണോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇവരിങ്ങനെ ഇങ്ങനെ വഴിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടോ പ്രബല എന്ന് ചോദിക്കുകയാണ് ഭദ്രൻ. അപ്പോഴേക്ക് അറ്റാക്ക് തുടങ്ങട്ടെ സാർ എന്നും ചോദിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ ഇവർ ഇടിക്കാൻ തുടങ്ങുന്നു. അയ്യോ വേണ്ട. അപ്പോൾ ഇവരൊക്കെ ആരാന്ന് ചോദിച്ചു വിനോദ്. ഇതെൻ്റെ ബോഡി ഗാർഡ്സ് ആണെന്നും കൈവെക്കടാ ഞങ്ങൾക്ക് ദേഹപരിശോധന നടത്തണമെന്നും പറഞ്ഞിട്ട് വിനോദിൻ്റെ ദേഹത്ത് കൈവെക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ദേഹം പരിശോധിക്കാൻ നിങ്ങളാരാണെന്ന് ചോദിച്ചു വിനോദ്. അപ്പോൾ എന്തൊക്കെ കോപ്രായങ്ങൾ അച്ഛനും അമ്മയും കൂടി കാണിച്ച് കൂട്ടുന്നതെന്ന് ചോദിച്ചു ഗീതു. മോളെ അച്ഛനും അമ്മയ്ക്ക് വധഭീഷണിയുണ്ട്, അതുകൊണ്ടല്ലേ ഞങ്ങൾ സെക്യൂരിറ്റി നിർത്തിയതെന്ന് പറഞ്ഞു. ഇതിനൊക്കെ എവിടുന്നാണ് നിങ്ങളുടെ കയ്യിൽ പണമാണോ ജീവനല്ലേ പ്രധാനം? എന്താ മോളെ ഇതെന്ന് കാഞ്ചന വിലാസിനി പറയുന്ന സമയത്ത് അതെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തന്നെ സംരക്ഷിക്കണ്ടേ, ഞങ്ങൾ തന്നെ നോക്കണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് ഭദ്രൻ. അങ്ങനെ അച്ഛനും അമ്മയും കൂടി ഇവിടെ കിടന്ന് ഓരോന്നിങ്ങനെ പറയുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഗീതുവിന് തോന്നി. നിങ്ങൾ എന്തൊക്കെ വേഷം കെട്ടേ കാണിക്കും, നിങ്ങൾ വന്നേന്നും പറഞ്ഞുകൊണ്ട് ഗീതു അമ്മയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം ഇവന്മാരെ പറഞ്ഞു വിടാൻ പറഞ്ഞു വിനോദ്. അയ്യോ അപ്പം ഞങ്ങളുടെ സെക്യൂരിറ്റിയോ? അച്ഛൻ്റെ സെക്യൂരിറ്റി ഞാൻ തന്നോളാം, ഇവർ പറഞ്ഞു വിടാൻ പറഞ്ഞു. എടാ മോനെ അതല്ല, എടാ ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് ഒരാഴ്ചത്തെ സാലറി കൊടുത്തു പോയി എന്ന് ഭദ്രൻ മകനോട് ചെവിയിൽ. അച്ഛൻ എത്രയായാലും നന്നാവില്ല, വാ പ്രിയ എന്ന് പറഞ്ഞു പ്രിയയും കൂട്ടിക്കൊണ്ട് വിനോദം അകത്തേക്ക് പോയി. ഈ സമയത്ത് സ്റ്റാഫ്, അതായത് അവിടുത്തെ വേലക്കാരി ജ്യൂസ് വേണ്ടെന്ന് ചോദിച്ച് ഇറങ്ങി വന്നു. പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛാ എന്ന് പറഞ്ഞ് അകത്തു നിന്നൊരു വിളി. അപ്പോൾ അതെ എന്നെ പൊളിച്ചെടുക്കാനാണ് വിളിക്കുന്നത്, ആ ജ്യൂസ് നീ അങ്ങ് കുടിച്ചോ ശരീരം തിളങ്ങട്ടെ എന്ന് വേലക്കാരിയോട് ഭദ്രൻ പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങളൊന്ന് ബോഡി ഗാർഡ്സ് നിങ്ങൾ ചൂടുവെള്ളം കുടിച്ചാൽ മതി, നിങ്ങളുടെ അത്രയും തിളങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഭദ്രനകത്തേക്ക് കയറി പോവുക. ഈ സമയത്ത് അകത്ത് ചെന്ന് ഗീതു വിലാസിനെ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മോളേന്ന് വിളിച്ചുകൊണ്ട് ഭദ്രൻ ഓടി കതച്ച് കയറി വരുന്നത്. അങ്ങനെ വന്നപ്പം ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ട് മോളെ ലോട്ടറി അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ മകളുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കുക. അപ്പോൾ ഇന്നലെ രാത്രി വരെ ഇല്ലായിരുന്ന ലോട്ടറി ഇപ്പം അടിച്ചതെന്ന് ചോദിച്ചു. എന്തായാലും ലോട്ടറി അടിച്ചതല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ട് ലോട്ടറി അടിച്ചത് അതാണ് പ്രപഞ്ച സത്യമെന്ന് അച്ഛാ ഇന്നലെ ജ്യൂസിൽ നിങ്ങൾ എനിക്ക് എന്തോ കലക്കി തന്നു, അതിന് ശേഷമല്ലേ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ കിട്ടിയത്. എടി മോനെ നിനക്ക് എന്തെങ്കിലും കലക്കി തന്നാൽ ഞങ്ങൾക്കൊന്ന് കാശ് കിട്ടാനാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സത്യം പറ, എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ എന്തോ പേപ്പർ ഒപ്പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നില്ലായിരുന്നു, എന്ത് പേപ്പറായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ മാറുക. അത് കണ്ടപ്പോൾ ഗീതുവിന് മനസ്സിലായി പണി പാലും വെള്ളത്തിലാണെന്നുള്ള കാര്യം. എന്തായാലും അച്ഛനും അമ്മയൊക്കെ ആയിരിക്കാം, അതിനുള്ള പണി നമ്മുടെ ഗീതു പുറകെ കൊടുക്കും, ഇവരെ കൊണ്ട് അത് തുപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.